Hello guys, welcome back to our channel. This is me with Mallu episode. എൻ്റെ സ്വത്ത് കുട്ടികളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സീരീസുമായിട്ടാണ്. വലിയൊരു വാരിയറിന്റെയും ആളുടെ ഫാമിലിയെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ്. നമ്മൾ ഇത്രയും കാലവും കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള സീരീസിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു അടിപൊളി സീരീസ്. എൻ്റെ സ്വത്ത് കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ സീരീസിന് കട്ട സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തോഴ്സ് എന്ന് പേരുള്ള ആളാണെങ്കിൽ വയലേലകളിൽ നിന്ന് അങ്ങനെ വയലിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് അതിമറന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു പെൺകുട്ടി അങ്ങനെ കൈവീശി കാണിക്കുകയാണ്. അത് മറ്റാരുമല്ല, ആളുടെ വൈഫ്. അവളെ കാണുമ്പോൾ തന്നെ പ്രണയമഞ്ജരിയിൽ നീരാടി അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ അടുത്ത നിമിഷം അവന് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. അവൻ ചുറ്റും നോക്കും. അവന്റെ ചുറ്റും ഒരുപാട് ഡെഡ് ബോഡികൾ അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റില് അവനൊരു വലിയ കപ്പലിലാണ്. അവനൊരു യുദ്ധം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനും അവന്റെ ഫ്രണ്ട് ചേർന്ന് അവർക്ക് ചുറ്റും ചേറിപ്പാഞ്ഞു വരുന്ന വില്ലന്മാരെ അങ്ങനെ വെട്ടിത്തെറിപ്പിക്കും. ടോഴ്സ് ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിനോട് സോറി പറഞ്ഞ് മുൻപിലുള്ള ആ വില്ലന്മാരെ വെട്ടി വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരാളുടെ ബോഡിയിൽ അവൻ സ്ക്വാഡ് കുത്തി ഇറക്കുമ്പോഴായിരിക്കും ആള് അവനോട് മാപ്പ് പറയുക. അത് കണ്ട് അവൻ ആളെ തന്നെ നോക്കി നിൽക്കും. ആ ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഒരമ്പ് തോർസന്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുകയാണ്. അതിനുശേഷം ഒരുപാട് വില്ലന്മാര് തോർസന്റെ അടുത്തേക്ക് വന്ന് തോർസിനെ അച്ചറം പൊച്ചറം അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ തോഴ്സ് ആണെങ്കിൽ അതിലൊരു സോൾജിയറുമായി കടലിലേക്ക് വീഴുകയാണ്. അതിനുശേഷം അവന്റെ തന്നെ സ്ക്വാഡ് ഊരിയെടുത്ത് അവനെ കുത്തി കൊലപ്പെടുത്തി അടുത്തൊരു ഐലാൻഡിലേക്ക് അങ്ങനെ കയറി വരും. അവൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ആ ഐലാൻഡിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ഈ പവർഫുൾ സീരീസിന്റെ ടൈറ്റിൽ അതങ്ങനെ എഴുതി കാണിക്കും, വിൻലാൻഡ് സാഗ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് 1902 കാണിക്കും. തോംസിന്റെ ഇളയ മകൻ ആളാണെങ്കിൽ ഐസ്ലാൻഡില് പ്രത്യേക ഭാഗത്തൊക്കെ ഇരുന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് വന്ന അവനോട് അവന്റെ സിസ്റ്റർ കന്നുകാലികൾക്ക് പുല്ലൊക്കെ പറിച്ചു കൊടുക്കാനായിട്ട് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അന്ന് നൈറ്റ് കുട്ടികളെല്ലാവരും ഒരു പ്രത്യേക ഭാഗത്ത് ചേർന്ന് നിൽക്കുകയാണ്. അവിടെ ലൈഫ് എറിക്സൺ എന്ന് പേരുള്ള ആളാണെങ്കിൽ ആളുടെ അഡ്വഞ്ചർ സ്റ്റോറീസ് അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും എൻ്റെ ആളുകളും ഒരുപാട് കഷ്ടപ്പെട്ട് കടലിലൂടെ സെയിൽ ചെയ്ത് ആരും ഇന്നേ വരെ എത്തിപ്പെടാത്ത ഒരു ലാൻഡിലേക്ക് വന്നു. ആ ഒരു ലാൻഡിന് പേരിട്ടത് ഞാനാണ്. വിൻലാൻഡ് എന്നാണ് ആ ഒരു ഐലാൻഡിന് ഞാൻ നൽകിയ പേര്. കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കഥയൊക്കെ കേട്ട് അക്ഷമരായി വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആ വിൻലാൻഡ് അത് ഐസ്ലാൻഡിനെ കഴിഞ്ഞും വലുതാണോ? അതിനാള് പറയും, അതെ, അത് ഐസ്ലാൻഡിനെ കഴിഞ്ഞും ഒരുപാട് വലുതാണ്. അവിടെ ഇവിടുത്തെ പോലെ തണുപ്പല്ല, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ആ ഒരു ഐലാൻഡ് അത് മുഴുവൻ അലഞ്ഞു നടന്ന് അവിടെയുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരെ കണ്ടുമുട്ടി. ഭാഷാ തടസ്സം മൂലം ഞങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഈ സ്റ്റോറിയൊക്കെ പറയുന്ന അതേ സമയം തോട്സ് ആളവിടേക്ക് കടന്നു വരികയാണ്. തോട്സിന്റെ ഇളയ മകൻ തോർഫിൻ ആ കഥ പറയുന്ന ആളോട് ആളുടെ തലയിലുള്ള കിരീടത്തിലൊക്കെ തൊട്ട്, നിങ്ങൾ ശരിക്കും വലിയൊരാളാണ്, എനിക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആളെ തന്നെ നോക്കി നിൽക്കും. പക്ഷെ മറ്റു ചില കുട്ടികൾ ഇപ്പൊ ലൈഫിനോട് പറയും, കടലിൽ ട്രാവൽ ചെയ്യുമ്പോൾ കടലില് ഭീമാകാരന്മാരായിട്ടുള്ള ഒരുപാട് കടൽ സർപ്പങ്ങളുണ്ട്. ഒരു കാരണവശാലും അവറ്റകള് നിങ്ങളുടെ കപ്പലിനെ വെറുതെ വിടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ പറയുന്ന പല കഥകളിലും യാഥാർത്ഥ്യം അത് വളരെ കുറവാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ കളിയാക്കും. അതൊരു വഴക്കിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയ തോർസ് ആണെങ്കിൽ കുട്ടികളോടാണെങ്കിൽ ഇന്നത്തെ കഥ അത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാം അവിടുന്ന് പറഞ്ഞയക്കും. കട്ട് ചെയ്ത കയ്യിലും കാലിലും ശരീരത്തുമൊക്കെ ഒരുപാട് ചെയിനൊക്കെ അണിഞ്ഞ് ആരോ ഒരാള് ആ ഐസ്ലാൻഡിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ലീഫും തോർസും ആണെങ്കിൽ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് പരസ്പരം ക്യാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കട്ട് ചെയ്ത കുഞ്ഞൻ തോർഫിൻ അവനാണെങ്കിൽ ഒരു കപ്പലിൽ അങ്ങനെ സെയിൽ ചെയ്ത് അവനാണെങ്കിൽ നല്ലൊരു നാവിഗേറ്റർ ആയിട്ട് വിൻലാൻഡിലേക്ക് പോവാണ്. അടുത്ത നിമിഷം ആ സീ മോൺസ്റ്റേഴ്സ് അവറ്റകള് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അവന്റെ സിസ്റ്റർ അവന്റെ കഴുത്തില് കൈ പിടിച്ചമർത്തി. അതിനവനാണെങ്കിൽ ടെൻഷനായിട്ട്, നീ എന്തിനാ എന്റെ ബെഡിൽ വന്ന് കിടക്കുന്നേ? അവിടേക്ക് അടുത്തുള്ള നിന്റെ ബെഡിൽ പോയി കിടക്കാനായിട്ട് അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അലറും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ കിടന്ന് കൂർക്ക വലിച്ചുറങ്ങും. നെക്സ്റ്റ് ഡേ തോർസനും ഇൽവയും അവര് രണ്ടുപേരും ചേർന്ന് വീടിന്റെ മേൽക്കൂരയിലുള്ള ഐസ് അതങ്ങനെ റിമൂവ് ചെയ്യാണ്. ഇൽവ ആണെങ്കിൽ തോർസിനോട് പറയും,
പപ്പയോട് ഞാൻ എത്ര തവണ പറഞ്ഞു നമുക്കും ഒരടിമയെ വെക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആള് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അടുത്ത നിമിഷം അവൾ കാല് തെറ്റി അങ്ങനെ താഴേക്ക് അടിച്ചു വീഴും. അപ്പൊ അവൾക്കാണെങ്കിൽ താഴെ ആരോ ഉണ്ടെന്ന് തോന്നി അവള് ആ ഐസ് കട്ടകൾ നീക്കം ചെയ്യും. അപ്പൊ അവള് കാണും തലേന്ന് നൈറ്റ് മഞ്ഞിലൂടെ കടന്നു വന്ന ആ ഒരാള്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കുഞ്ഞൻ തോർഫിൻ. അവനാണെങ്കിൽ ലീഫിനോട് പറയും, എന്നെ നിങ്ങളുടെ ഈ കപ്പലിൽ കയറ്റാമെങ്കിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ലീഫാണെങ്കിൽ തീർത്തു പറയും, നിന്റെ പപ്പ അതിനൊരിക്കലും സമ്മതിക്കില്ല. നിന്റെ പപ്പ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. നിനക്ക് ഞാൻ മറ്റൊരു സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ വീണ്ടും ഒരു പഴയ കഥ പറയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ ടീമും കടലിലൂടെ സെയിൽ ചെയ്തു വരുന്ന സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പൽ നഷ്ടപ്പെട്ട് വലിയൊരു ഐസിൽ ഞങ്ങൾ സ്റ്റക്കായി. അവിടുന്ന് രക്ഷപ്പെടാനായി ഞാനും എന്റെ ആൾക്കാരും ഒരുപാട് ദൂരം ആ ഐസിലൂടെ മുൻപോട്ടേക്ക് നടന്നു. നടക്കുന്ന വഴിയിലൂടെ എന്റെ ആളുകള് അവരോരോരുത്തരായിട്ട് എന്നെ തനിച്ചാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങി. ഞാൻ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയത്. സത്യത്തിൽ നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ പൂർവികര് അവരൊരുപാട് കാലങ്ങളായി നോർവേയിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ ഐസ്ലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് വളരെ കൂടുതലാണ്. അതിനുശേഷം ഹാർവേഡ് എന്ന പേരുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആളുടെ പടയുമായി വന്ന് നോർവ കയ്യേറി. നോർവേയിലുള്ള ചില മനുഷ്യര് അദ്ദേഹത്തെ കിങ്ങായി കണ്ട് അവിടെ തന്നെ ജീവിച്ചു പോന്നു. ബാക്കിയുള്ളവര് ഐസ്ലാൻഡിലേക്ക് വന്ന് ഇവിടെ കുടിയേറി താമസിച്ചു. അവനാണെങ്കിൽ ആള് പറയുന്ന ആ സ്റ്റോറി അതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ അവിടുന്ന് എഴുന്നേറ്റ് ഓടും. അതേസമയം തോർസ് അവൻ ആ ആളെ താങ്ങിയെടുത്ത് ഇപ്പൊ വീടിന്റെ അകത്തേക്ക് വന്ന് തീയൊക്കെ കൂട്ടിയ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. ആളെ മുഴുവനായിട്ടും ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരുടെയോ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരടിമയാണ് ആളെന്ന്. ഇവനെ തോസ് പ്രൊട്ടക്ട് ചെയ്ത തീർച്ചയായിട്ടും ഇവന്റെ യജമാനൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ കൈവിടാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് തോസ് ആണെങ്കിൽ അവനോട് അവന്റെ പേരെന്താണെന്ന് ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ എനിക്ക് തണുക്കുന്നു എന്ന് മാത്രമായിരിക്കും മറുപടി പറയാ. അവനാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ പറയുന്ന അതേ സമയം തന്നെ ഇപ്പൊ വേറൊരാള് അവിടേക്ക് ഓടി വന്ന് അവരോട് പറയും, ഒരു കൂട്ടം ആൾക്കാര് ഗ്രാമത്തിലേക്ക് എത്തി. ഇവനെ അന്വേഷിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഈലും അവന്റെ ആൾക്കാരും എല്ലാവരും ചേർന്ന് അവരെ തടഞ്ഞു നിർത്തും. ഹഫ്താൻ എന്ന് പേരുള്ള ഒരുത്തൻ ഇപ്പൊ അവരോട് ചോദിക്കും, എന്റെ ചങ്ങലകളെ ഭേദിച്ച് എന്റെ ഒരു അടിമ ഇവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അവനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? അതിന് ഏലിന്റെ കൂടെയുള്ള ഒരാള് അവരോട് മറുപടി പറയും, ഒരിക്കലും മനുഷ്യരെ ചങ്ങലകൾ കൊണ്ട് തളച്ചിടാൻ പാടില്ല. അതിന് അഫ്താൻ അവന്റെ ചങ്ങല ഉപയോഗിച്ച് അവനെ മുഖത്താഞ്ഞടിച്ച് വലിച്ച് താഴെയിടും. ചോര തുളുമ്പി ആ ഒരു മനുഷ്യൻ അവൻ ഒരുപാട് വേദനയിൽ അങ്ങനെ നിലവിളിക്കുകയാണ്. അതേസമയം ഇവിടെ തോർസന്റെ വീട്ടില് ആ ഒരു അടിമ അവനാണെങ്കിൽ തോർസനോട് പറയും, എനിക്ക് കാണാം വയലുകളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിച്ചത്. അവനത് പറഞ്ഞ് പതിയെ പതിയെ മയങ്ങുന്നത് കണ്ട തോർസൻ അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം അഫ്താനും കൂട്ടരും ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരികയാണ്. അഫ്താനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, അതെന്റെ അടിമയാണ്, അവനെ എന്നോടൊപ്പം പറഞ്ഞയക്കുക. ഈൽവയാണ് അവന്റെ അടിമ, അവൻ ഇവിടെയുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തത്. തോർസ് ആണെങ്കിൽ ഹഫ്താന് ആ ഒരു അടിമയ്ക്ക് പകരം 8 ആടുകളെ കൊടുക്കുകയാണ്. തോർസ് അവൻ ആ അടിമയെ നോക്കും, അവൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഹഫ്താനും ആ ആടുകളായിട്ട് ഹാപ്പിയായി അവിടുന്ന് കടന്നു പോകും. അങ്ങനെ കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് തോർസ് ആണെങ്കിൽ ആ ഒരു ബോഡി അത് കുഴിച്ചിടാൻ കുഴിയെടുക്കുകയാണ്. ഇൽവയ്ക്കാണെങ്കിൽ മരിച്ച ഒരാൾക്ക് വേണ്ടി അവളുടെ 8 ആടിനെ നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് സങ്കടം. അതേസമയം ഹുസന്റെ മകനാണെങ്കിൽ ആളോട് ചോദിക്കും, നമ്മളുടെ പൂർവികര് നോർവേയിൽ നിന്ന് ഓടി വന്നവരാണോ? അതിനാള് അതേന്ന് പറഞ്ഞ് കടലിലേക്ക് നോക്കും. കട്ട് ചെയ്ത ഈ ഐസ്ലാൻഡിനെ നോക്കി ഒരു പട കപ്പൽ കയറുകയാണ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് തോർസന്റെ പഴയ ചില ഉപകരണങ്ങൾ അത് കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.